ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. പിന്നെ സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് പിന്നീട് 1/4 മണിക്കൂറോ 1 മണിക്കൂറോ എങ്ങനെങ്കിലും ഒരു പ്രസംഗം, ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാട്ട് പാടിയോ പാടാതെയോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഈ രീതിക്ക് ഒരു ശകലം നമ്മളൊന്ന് മാറ്റം വരുത്തി നോക്കിക്കേ. ഒരു ദിവസം പ്രാർത്ഥന കൂടാതെ ആരംഭിച്ചു, വന്നിരുന്നു, നമ്മൾ പാട്ട് പാടി, പാട്ടുകളൊക്കെ തീർന്നതിന് ശേഷമാണ് പ്രാർത്ഥിച്ചത്. എന്തോ സംഭവിക്കും? മിക്കവാറും പ്രശ്നമാകും. ഇനി അത് പ്രശ്നമായില്ലെങ്കിൽ തന്നെ ഇന്ന് നമ്മൾ സങ്കീർത്തനം വായിക്കുന്നില്ല, സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുക, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം വായിക്കുക എന്ന് പറഞ്ഞു പോയെങ്കിൽ അന്നത്തെ സഭായോഗം അവിടെ കൊണ്ട് നിൽക്കത്തേയുള്ളൂ, മുന്നോട്ട് പോകത്തില്ല. സങ്കീർത്തനം വായിക്കാതെ സഭായോഗം നടത്തിയാൽ മിക്കവാറും പാസ്റ്ററെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ബൈബിളിൽ എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ് എന്നുള്ള രൂപത്തിലാണ് ഇതൊക്കെ അനുസരിക്കാൻ വേണ്ടി ഇവർ വെമ്പൽ കൊള്ളുന്നത്. എന്നാലേ ദൈവവചനത്തിൽ ഇത്തരത്തിലുള്ളതായ നിയമങ്ങളൊന്നും തന്നെയില്ല. എല്ലാം ചന്തമായി ഉചിതമായി നടക്കട്ടെ എന്നല്ലാതെ അതിനപ്പുറത്തൊരു നിയമമില്ലാതിരിക്കെ മനുഷ്യനിർമ്മിതമായ ഈ നിയമങ്ങൾ നാം പാലിക്കുന്നില്ലെങ്കിൽ സഭയിൽ നമുക്ക് തുടർന്നു പോകാൻ സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടാകും. പരീശന്മാരുടെയൊക്കെ കാലത്ത് നടന്നത് ഇതാണ്. ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ കൊണ്ട് നിൽക്കാൻ ഈ പരീശന്മാരൊന്നും തയ്യാറല്ല. അവരെ കുറെ നിയമങ്ങൾ എക്സ്ട്രാ സ്വന്തം വകയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ നിയമങ്ങളെ സഭയിലെ വിശ്വാസികളെല്ലാം അംഗീകരിച്ചോണം, നാട്ടുകാരെല്ലാം അംഗീകരിച്ചോണം. ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ അവർക്കെതിരായി നടപടിയെടുക്കും. പരസ്യമായി നടപടിയെടുക്കാൻ പറ്റില്ല, രഹസ്യമായി കൊല്ലാനും അവർക്ക് മടിയില്ല. യേശുവിനെ കൊല്ലാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അത്രമാത്രം വിരോധമാണ് യേശുവിനോട് അവർക്കുള്ളത്. എന്തിനാണ് അവർ യേശുവിനെ വിരോധിക്കുന്നത്? ന്യായപ്രമാണം ലംഘിച്ചു എന്നാണോ? അല്ലെന്ന് തീർച്ച. കാരണം കർത്താവായ യേശു ക്രിസ്തു തന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അതായത് ഞാൻ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് കർത്താവായ യേശു ക്രിസ്തു വെല്ലുവിളിച്ച് ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു എങ്കിൽ ന്യായപ്രമാണ പ്രകാരം അവരത് വിശദമാക്കുമായിരുന്നു. മാത്രമല്ല, കർത്താവ് എന്തെങ്കിലും ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ലംഘിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും അവരെ കർത്താവിനെ ജീവനോടെ വിടുകയുമില്ലായിരുന്നു. അത്ര ഗുരുതരമായിരുന്നു ആ കാലത്തെ സ്ഥിതി. എന്നിട്ടും കർത്താവ് അവരോട് ധൈര്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അതല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും നിയമങ്ങളോ കൽപ്പനകളോ ഞാൻ അനുസരിക്കാതെ പോയതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ സഭകളിലെ സാധാരണയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഭൂരിപക്ഷവും ഈ വിധത്തിലുള്ളതാണ്. വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ സഭയിലെത്താറുണ്ട്, സഭയിൽ പ്രശ്നമാകാറുണ്ട്. അതുപോലെ നാം വിരോധം തീർക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന വേദി സഭായോഗങ്ങളാണ്, വിശേഷിച്ച് സാക്ഷ്യത്തിന്റെ സമയമാണ്. അങ്ങനെയൊക്കെ സഭയിൽ പ്രശ്നമുണ്ടാകാറുണ്ട്. എങ്കിലും സഭയിൽ പ്രശ്നമുണ്ടാകുന്ന, പ്രത്യേകിച്ച് ഉപദേശപരമായ വിഷയത്തിലോ ധാർമ്മികമായ വിഷയത്തിലോ ഒക്കെ പ്രശ്നമുണ്ടാകുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ്. കർത്താവ് പറയുന്നു, ഞാൻ യാഗത്തിലല്ല കരുണയിലത്രയെ പ്രസാദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഏത് നിയമം അനുസരിക്കുമ്പോഴും നമുക്കല്പം ദയയൊക്കെ ആകാം. ദയ കാണിച്ചു എന്നത് ഗുരുതരമായ ഒരു തെറ്റല്ല എന്ന് മാത്രമല്ല, ദയ കാണിക്കാൻ വേണ്ടി വന്നാൽ നിയമം പോലും അല്പം ലംഘിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. പരീശന്മാരെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ്. എന്നാൽ അവരോട് പറയുന്നു, നിങ്ങൾ ദയ കാണിക്കാൻ വേണ്ടി അല്പം നിയമം ലംഘിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ യാഗത്തിലല്ല ദയയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ത് എന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തരം തെറ്റുകളൊക്കെയും ചെയ്യുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞതിന് ചുരുക്കം. ഞാൻ 1-2 ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം. അക്ഷരാർത്ഥത്തിലുള്ള ഒരു നിയമം അവിടെ കിടക്കുന്നു. അതേസമയം തന്നെ ദയയോടെ, കരുണയോടെ, മാനുഷിക പരിഗണനയോടെ നാം കൈകാര്യം ചെയ്യേണ്ട നിരവധി വിഷയങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടാകാറുണ്ട്. പണ്ടേ കർത്താവിന്റെ കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പ്രസംഗം അവസാനിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുവിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം ചൂണ്ടിക്കാട്ടിയിട്ട് ആ സംഭവത്തോടുള്ള ബന്ധത്തിലെ ഇന്നത്തെ നമ്മുടെ സഭയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചത് തന്നെ. നമ്മുടെ സഭയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിവാഹമോചനം എന്ന് പറയുന്ന പ്രശ്നം അതീവ ഗൗരവമായ ചർച്ചയ്ക്ക് പലപ്പോഴും വിധേയമാകാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പരസംഗം നിമിത്തമല്ലാതെ വിവാഹമോചനം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ്. അതായത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തത കാണിക്കുകയും, സ്ത്രീയാണെങ്കിൽ പരപുരുഷനുമായിട്ടും പുരുഷനാണെങ്കിൽ അന്യ സ്ത്രീകളുമായിട്ടും അവിഹിത ബന്ധമുണ്ടായാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് വിവാഹ ബന്ധം വേർപെടുത്താമെന്നാണ് കർത്താവ് യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തില് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. പരസംഗം നിമിത്തം പോലും വിവാഹമോചനം നടത്താൻ പാടില്ല എന്ന് ശഠിക്കുന്നവരെ എനിക്കറിയാം. അവര് പറയുന്നത് കർത്താവ് അങ്ങനെ പറഞ്ഞതുപോലും ഹൃദയകാഠിന്യം നിമിത്തമാണ്, അതുകൊണ്ട് പരസംഗം ഉണ്ടായാൽ പോലും വിവാഹമോചനം നടത്താൻ പാടില്ല എന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല, പരസംഗ നിമിത്തം ആകാമെന്ന് തന്നെയാണ്. എന്നാലേ പരസംഗ നിമിത്തം മാത്രമേ ആകാവോ, അല്ലാത്ത മറ്റു കാര്യങ്ങളിൽ ആകരുതോ എന്ന് വാദിക്കുന്നവരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില സംഭവങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ പറയട്ടെ. ദൈവഭക്തിയായ ഒരു പെൺകുട്ടി, അവളെ വിവാഹം കഴിച്ചയച്ചു. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത് വിവാഹം കഴിച്ച ആ പുരുഷന് ഇമ്പോർട്ടന്റ് ആണ്, ഷണ്ണനാണ്. ആ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ വിവാഹം നടത്തിയത്. വിവാഹ സമയത്ത് ലഭിക്കുന്ന സ്ത്രീധനവും മറ്റും വാങ്ങിക്കുവാൻ വേണ്ടി ആ ചെറുക്കന്റെ വീട്ടുകാർ ഒപ്പിച്ച പണിയാണിത്. ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? വിവാഹം നടന്നു കഴിഞ്ഞു. പരസംഗമെന്ന് പറയാൻ അവിടെ ഒരു പ്രശ്നമില്ല, ഉണ്ടാകാനോട്ട് പോകുന്നുമില്ല. പിന്നെ എങ്ങനെയാണത്? ഈ ഷണ്ണനോടൊപ്പം ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ ജീവിക്കണമോ? അതോ ഈ വിഷയം മറച്ചു വെച്ചുകൊണ്ട് നടത്തിയതായി ഈ വിവാഹം അബ് ഇനിഷ്യോ വോയിഡാണ് എന്ന് വാദിച്ചുകൊണ്ട് വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിക്കണമോ? ഈ വിഷയത്തിലെ നമ്മൾ എന്ത് തീരുമാനമെടുക്കും? ഇനി നമ്മൾ എന്ത് തീരുമാനമെടുക്കും എന്നതിനേക്കാള് പ്രാധാന്യമുള്ള ഒരു ചോദ്യം, ഇത് നമ്മുടെ സഹോദരിക്ക് അല്ലെങ്കിൽ നമ്മുടെ മകൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അല്ലെങ്കിൽ വേറൊരു സംഭവം ഞാൻ ചോദിക്കട്ടെ. ഒരേ ഭാര്യയും ഭർത്താവും, അതിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ വളരെ കാലമായിട്ട് കാണാനില്ല. ഭർത്താവ് എവിടെയോ പോയി അല്ലെങ്കിൽ ഭാര്യ എവിടെയോ പോയി, എവിടാ പോയെന്ന് അറിഞ്ഞുകൂടാ. വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയി, ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. പരസംഗം ചെയ്തു എന്നതിന് തെളിവൊന്നുമില്ല, കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 7 വർഷക്കാലത്തേക്ക് യാതൊരു അറിവുമില്ലാതിരുന്നാൽ ആ വ്യക്തി മരിച്ചതായിട്ട് കണക്കാക്കിക്കൊണ്ട് വിവാഹമോചനം കോടതിയിൽ നിന്ന് നേടിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തി വിവാഹമോചനം നേടിയെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ വ്യക്തിക്ക് പുനർവിവാഹം നടത്താൻ അവകാശമുണ്ടോ? ഉണ്ടെന്നിരിക്കട്ടെ, പുനർവിവാഹം നടത്തി. പിന്നെ ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞു, 2-3 പിള്ളേരും ഒക്കെ ആയിട്ട് അവർ താമസിക്കുന്ന കാലത്താണ് കാണാതെ പോയ ആള് തിരിച്ചു വരുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ അടുത്ത ദിവസം തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം. ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. വായനയിൽ ജനിച്ച വാക്കുകൾ ഇനി നിങ്ങളുടെ കഥകളിൽ ജീവിക്കും. TS ബാലൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം ഓഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ 2025 ഡിസംബർ 25 ലോഞ്ച് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്.